ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മിസ് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ മക്കളെ എക്സാം അത് വരുന്നുണ്ടായിരിക്കുക? ഇന്റഗ്രേഷൻ അഥവാ ഉത്കൃതനം എന്ന പേരിലാണ് ആ ഒരു എക്സാം ഉണ്ടായിരിക്കുക അല്ലെ. അതായത് മലയാളവും പരിസര പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കത് ഒരൊറ്റ ടെക്സ്റ്റ് ആയിട്ടാണുള്ളത് അല്ലെ. കേരള പാഠാവലി എന്ന് പറയുന്ന നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ക്ലാസ്സുകളിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എക്സാമുകളിൽ ഇത്തരത്തിലുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഇവിടെ കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേര് എഴുതണം, സ്കൂൾ, അതുപോലെ തന്നെ മക്കളുടെ ക്ലാസ് ഡിവിഷൻ, ഇത്രയും കാര്യങ്ങൾ മക്കൾ തെറ്റാതെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദ്യം ഇതാണ് മക്കളെ, വരികൾ ചേർക്കാം ഒത്തുപാടാം. നോക്കിക്കേ മക്കളെ, നമ്മുടെ കിട്ടനുറുമ്പിന്റെ വീട്ടിലേക്ക് പിറന്നാൾ ആഘോഷത്തിനായിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ പോയിട്ടില്ലായിരുന്നോ? നോക്കിക്കേ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. കുട്ടനുറുമ്പിന്റെ വീട്ടിൽ പിറന്നാളാഘോഷം പൊടി പൊടിക്കുകയാണ്. പാടി നോക്കൂ. അവൻ പിറന്നാളാഘോഷത്തിന് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നോക്കണേ മക്കളെ, ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം, പച്ചത്തത്ത പറന്നെത്തി തോരണമെങ്ങും തൂക്കുന്നു. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഇന്നാണല്ലോ മിസ്സിനോടൊപ്പം പാടിക്കേ. ഇന്നാണല്ലോ കുട്ടനുറുമ്പിനു ജന്മദിനം, പച്ചത്തത്ത പറന്നെത്തി തോരണമെങ്ങും തൂക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കുട്ടനുറുമ്പിന്റെ ജന്മദിനം ഇന്നാണ് അല്ലെ. അതായത് കുട്ടനുറുമ്പിന്റെ പിറന്നാൾ ഇന്നാണ്. ആ പിറന്നാളിനായിട്ട് ആര് വന്നിട്ടുണ്ട്? പച്ചത്തത്ത പറന്നെത്തിയിട്ടുണ്ട് അല്ലെ. പറന്നെത്തിയിട്ട് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തോരണം എല്ലാ സ്ഥലങ്ങളിലും തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലോട്ട് എന്ത് ചെയ്യണം മക്കളെ? വരികൾ ചേർത്തെഴുതണം. കൂട്ടുകാർ വേറെയും കുറെ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ കുരങ്ങൻ എന്ത് കൊണ്ടുവരുന്നുണ്ട്? കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടനുറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? കേക്ക് മുറിക്കുന്നുണ്ട്. പിന്നെയോ നമ്മുടെ പച്ചത്തത്തയുണ്ട്, മയിലുണ്ട്, അതുപോലെ തന്നെ ബലൂണുമായിട്ട് മുയലച്ചൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് മക്കൾ എന്തിനും ഇതിലോട്ട് വരികൾ ചേർത്തെഴുതണം. ഓക്കെ, അപ്പൊ മിസ് അതിന് മുന്നേയായിട്ട് ആൻസർ പറയുന്നതിന് മുന്നേയായിട്ട് മിസ് മറ്റൊരു കാര്യം പറഞ്ഞു തന്നോട്ടെ മക്കളെ. നമുക്ക് എക്സാമുകൾക്ക് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇങ്ങനെ വരികൾ ചേർക്കാം. ഓക്കെ, വരികൾ ചേർക്കാം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് മക്കൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് 1-2 കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം, പച്ചത്തത്ത പറന്നെത്തി തോരണമെങ്ങും തൂക്കുന്നു. ഇതിൽ ആദ്യത്തെ 2 വരി എടുത്തേ മക്കളെ. എന്താണ്? ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം. ഇനി നമ്മളോട് ഇവിടെ 4 വരിയും ഇവിടെ 4 വരി, ടോട്ടൽ 8 ലൈൻസ് ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത 4 വരിയിൽ ആദ്യത്തെ 2 വരി എന്ത് ചെയ്യാ? ഇത് 2 എഴുതുക. അതായത് എന്ത് എഴുതാ? ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം.
ഓക്കെ. പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും കൂട്ടുകാർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ മയില് നൃത്തം ചെയ്യുന്നുണ്ട്, കുട്ടനുറുമ്പ് കേക്ക് മുറിക്കുന്നുണ്ട്, കുരങ്ങച്ചൻ കേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താം. പിന്നെ എന്ത് ചെയ്യാ, അടുത്ത 4 വരിയിൽ എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എന്ത് എഴുതണം? ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം. ഓക്കെ. അപ്പൊ നോക്കിക്കേ മക്കളെ, ടോട്ടൽ 8 ലൈൻസ് ആണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ 1 2 3 4 4 ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 4 ലൈൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ബാക്കി 4 വരികളല്ലേ നമ്മൾ സ്വയം എഴുതേണ്ടതുള്ളൂ മക്കളെ. കണ്ടോ? അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വരികൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികൾ കണ്ടെത്തിയിട്ട് മക്കൾ എഴുതുകയാണെങ്കിൽ 5 മാർക്കാണെങ്കിൽ 5ൽ 2 മാർക്ക് നമുക്ക് അതിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ മക്കൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇതിൽ ഏത് വരികൾ എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ പറഞ്ഞല്ലേ, പച്ചത്തത്ത പറന്നെത്തി തോരണം എങ്ങും തൂക്കുന്നു. ആ വരി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിൽ കാര്യമുണ്ടോ മക്കളെ? ഇല്ല അല്ലെ? പച്ചത്തത്തയ്ക്ക് പകരം വേറെ ആളുകളെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ ആദ്യത്തെ 2 വരികളാണ് നമുക്ക് എവിടെയും പാടാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ആൻസർ നോക്കിക്കേ മക്കളെ, മിസ് ബാക്കി ചേർത്തിട്ടുണ്ട്. ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം, ചാടിയെത്തി മുയലച്ചൻ ബലൂണുകൾ എങ്ങും തൂക്കുന്നു. മിസ് ആദ്യം ആരെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? മുയലച്ചനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാ മിസ് പറഞ്ഞിട്ടുള്ളത്? ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം, ചാടിയെത്തി മുയലച്ചൻ ബലൂണുകൾ എങ്ങും തൂക്കുന്നു. മുയലച്ചൻ എന്ത് ചെയ്യാണ്? ബലൂൺ എല്ലായിടത്തും തൂക്കാണ്. അപ്പൊ ആദ്യത്തെ വരി കിട്ടിയോ മക്കളെ? ഈ 2 വരി മിസ് എന്ത് ചെയ്യാണ്? ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എഴുതിയതാണ്. ബാക്കി എന്ത് ചെയ്തു? ബാക്കി 2 വരി ചിത്രം നോക്കി എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം, കേക്കുമായി എത്തി കുരങ്ങച്ചൻ. കേക്കാണ് കേട്ടോ മക്കളെ, അവിടെ ചെറിയൊരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. അപ്പം കേക്കുമായി എത്തി കുരങ്ങച്ചൻ, മധുരം നുണഞ്ഞു എല്ലാരും. എന്ത് ചെയ്തു? കേക്ക് കൊണ്ട് ആര് വന്നു? കുരങ്ങച്ചൻ വന്നു. എല്ലാവരും എന്ത് ചെയ്തു? കേക്ക് നുണഞ്ഞു. അത് ആരെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? കുരങ്ങനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിത്രം നോക്കിയിട്ട് മക്കൾക്ക് അതിലേക്ക് വരികൾ ചേർത്ത് എഴുതാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് മക്കളെ, അത് ശ്രദ്ധിക്കണേ. കേക്കുമായി എത്തി കുരങ്ങച്ചൻ, മധുരം നുണഞ്ഞു എല്ലാവരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ? നോക്കിക്കേ, പരീക്ഷണം ചെയ്യാം. ഒരു പരീക്ഷണം ചെയ്യാനായിട്ടുള്ള പ്രവർത്തനമാണ്. നോക്കിക്കേ മക്കളെ, ചിണ്ടനുറുമ്പും കൂട്ടുകാരും കൊണ്ടുപോയ പഞ്ചസാര തരികൾ മഴയിൽ അലിഞ്ഞുപോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ അലിയുമോ? അരിമണികൾ, ഉപ്പ്, പഞ്ചസാര, ചെറുപയർ, കടല എന്നിവയിൽ വെള്ളത്തിൽ അലിയുന്നവയും അലിയാത്തവയും ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ചെറിയൊരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് മക്കളെ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കിട്ടാനുറുമ്പിന്റെ പിറന്നാളിന് കൊടുക്കാനായിട്ട് പഞ്ചസാര തരികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ പെയ്തതും പഞ്ചസാര തരികൾക്ക് എന്ത് സംഭവിച്ചു? അവ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞത് ഒരു പരീക്ഷണം ചെയ്യാനാണ്. അതായത് അരിമണി, അതുപോലെ ഉപ്പ്, പഞ്ചസാര, ചെറുപയർ, കടല എന്നിവ എന്ത് ചെയ്യാം? എന്നിവയിൽ വെള്ളത്തിൽ അലിയുന്നവ ഏതൊക്കെയാണ്, അലിയാത്തവ ഏതൊക്കെയാണ് എന്നുള്ളത് ചെയ്തു നോക്കാനാണ്. അതൊരു പരീക്ഷണ കുറിപ്പായിട്ട് എഴുതണം. നോക്കിക്കേ മക്കളെ, പരീക്ഷണത്തിന്റെ പേര്, അതുപോലെ ആവശ്യമായ സാധനങ്ങള്, പിന്നെയോ പരീക്ഷണം ചെയ്യുന്ന വിധം, അതുപോലെ എന്റെ കണ്ടെത്തൽ എന്ന് പറയുന്ന ആ സ്റ്റെപ്പായിട്ട് വേണം മക്കള് എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് പരീക്ഷണക്കുറിപ്പ് എങ്ങനെ എഴുതാം? പരീക്ഷണത്തിന്റെ പേര് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? വെള്ളത്തിൽ അലിയുന്നവയും അലിയാത്തവയും, അല്ലെ? വെള്ളത്തിൽ അലിയുന്നവ, അലിയാത്തവ അങ്ങനെയും കൊടുക്കാം. മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ അലിയുന്നവയും അലിയാത്തവയും കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തത് എന്താണ്? ആവശ്യമായ സാധനങ്ങളാണല്ലേ, ഗ്ലാസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പാത്രങ്ങൾ വേണം. പിന്നെ വെള്ളം, അരിമണികള്, ഉപ്പ്, പഞ്ചസാര, ചെറുപയർ, കടല, അല്ലെ? ഇതൊക്കെ നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ മക്കളെ? അപ്പൊ അതൊക്കെ നീ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് മാക്സിമം ഒരു 5 മാർക്കാണ് ഓരോ ചോദ്യത്തിനെങ്കിലും അതിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടായിരിക്കും. മക്കൾ കൃത്യമായിട്ട് ചോദ്യ പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഇത്രയും വലിയ പരീക്ഷണക്കുറിപ്പൊക്കെ എഴുതാൻ മക്കൾക്ക് പ്രയാസമുണ്ട്. മക്കൾ എന്ത് ചെയ്യാ? ഈ ആവശ്യമായ സാധനങ്ങൾ എന്നുള്ളിടത്ത് എന്ത് ചെയ്യാ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത്, അതൊക്കെ എന്ത് ചെയ്യാ? അവിടെ എഴുതി വെക്കുക. പിന്നെ കണ്ടോ, അലിയുന്നവയും അലിയാത്തവയും, അത് നമുക്ക് എന്ത് കൊടുക്കാം? പരീക്ഷണത്തിന്റെ പേരുമായിട്ട് കൊടുക്കാം. അപ്പം കിട്ടി കൂട്ടുകാർക്ക് 2 മാർക്ക്.
മനസ്സിലായോ മക്കളെ? അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യാം മക്കളെ, എക്സാമിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? പരീക്ഷണത്തിന്റെ പേര് പറഞ്ഞു, ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞു. ഇനി പരീക്ഷണ രീതി എന്താ മക്കളെ ചെയ്യേണ്ടത്? സുതാര്യമായിട്ടുള്ള 5 ഗ്ലാസുകളിൽ പകുതി ഭാഗം വെള്ളം എടുക്കുക. അല്ലെങ്കിൽ മക്കൾ അത്രയും ലെങ്തി ആയിട്ട് എഴുതാൻ പറ്റില്ലേ മക്കൾ എന്ത് ചെയ്യാം? 5 ഗ്ലാസുകൾ എടുക്കുക, 5 ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക? പകുതി വെള്ളം എടുക്കുക എന്നുള്ള രീതിയിൽ മക്കൾ എഴുതുക കേട്ടോ. ഓക്കെ, ഓരോ ഗ്ലാസ്സിലേക്കും യഥാക്രമം അരിമണികൾ, ഉപ്പ്, പഞ്ചസാര, ചെറുപയർ, കടല എന്നിവ വെവ്വേറെ ഇടുക അല്ലെ. 5 ഗ്ലാസുകൾ എടുക്കുക. ഓക്കെ, നോക്കിക്കേ, 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെ 5 ഗ്ലാസുകൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തേൽ എന്ത് ചെയ്യാ? അരിമണികൾ അല്ലേ. ഓക്കെ, അതിലൊക്കെ എന്ത് ചെയ്യാ? 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം എടുക്കണം കേട്ടോ. പകുതി വെള്ളം നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാ? ആദ്യത്തേതിൽ അരിമണി ഇടുക. പിന്നത്തേൽ നമ്മൾ ഇതേ കണക്ക് വെള്ളം എടുത്തിട്ട് അതിൽ എന്തിടണം മക്കളെ? ഉപ്പ് നമ്മൾ ഇടണം. അടുത്തതിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ കുറച്ച് ചെറുപയർ ഇടുക, പിന്നത്തേതിൽ കടല ഇടുക അല്ലെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം മക്കളെ? സ്പൂൺ ഉപയോഗിച്ച് ഓരോന്നും എന്ത് ചെയ്യാ? നന്നായിട്ട് ഇളക്കാണ് വേണ്ടത്. ഓരോ വസ്തുവും വെള്ളത്തിൽ അലിയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഓക്കെ, ഇത് അരിയല്ലേ നമ്മൾ പറഞ്ഞത്? അരി അലിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഉപ്പ് അലിയുന്നുണ്ടോ, പഞ്ചസാര അലിയുന്നുണ്ടോ, പിന്നെയോ ചെറുപയറാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ കടലയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവയൊക്കെ എന്ത് ചെയ്യാ? അലിയുന്നുണ്ടോ? അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാം അലിയോ മക്കളെ? എല്ലാം അലിയോ? ഇല്ല അല്ലേ. ഇതിൽ ചില വസ്തുക്കൾ മാത്രമേ അലിയുള്ളൂ. അപ്പൊ നമ്മുടെ നിരീക്ഷണം എന്താണ് മക്കളെ? ഉപ്പ്, പഞ്ചസാര ഇവ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരും. പഞ്ചസാര അലിയും എന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, അരിമണികള്, ചെറുപയറ്, കടല തുടങ്ങിയവ വെള്ളത്തിൽ അലിയാതെ താഴെ അങ്ങനെ തങ്ങി നിൽക്കാൻ ചെയ്യും. ഇനി നമ്മൾ എത്ര നേരം ഇട്ട് ഇളക്കിയാലും അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഓക്കെ അല്ല മക്കളെ? ഇനി അതിൽ നിന്ന് അതിന്റെ നിഗമനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കണ്ടെത്തൽ എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ. കണ്ടെത്തൽ അല്ലെങ്കിൽ നിഗമനം എന്ത് വേണമെങ്കിലും തരാം. എന്താ മക്കളെ? നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്തി? എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ അലിയുകയില്ല. ചില വസ്തുക്കൾ, അതായത് ഉപ്പ്, പഞ്ചസാര അവ എന്ത് ചെയ്യും? വെള്ളത്തിൽ പൂർണ്ണമായി അലിയും. എന്നാൽ മറ്റ് ചില വസ്തുക്കൾ, അതായത് അരിമണികൾ, ചെറുപയർ, കടല വെള്ളത്തിൽ അലിയാതെ അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആയ മക്കളെ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണവും അതിന്റെ കുറിപ്പൊക്കെ എഴുതാനായിട്ട് നമുക്ക് ചോദിക്കേണ്ടായിരിക്കും. കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കുക. മിസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റിയ പരീക്ഷണത്തിന്റെ പേരായിക്കോട്ടെ, അതിലെ സാമഗ്രികളായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത്രയും തോനെ എഴുതാനുണ്ടല്ലോ, അയ്യോ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നൊന്നും ഓർത്ത് മക്കൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? മാർക്കുകൾ. ടീച്ചർ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ? ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. പദപ്രശ്നം എന്നതാണ്. കടുംകഥയ്ക്ക് ഉത്തരം കണ്ടെത്തി കളങ്ങൾ എഴുതൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മക്കളെ. കണ്ടോ, താഴോട്ട് എന്നുള്ളത് അതായത് ഇങ്ങനെ താഴേക്ക് എഴുതേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ മക്കളെ വലത്തോട്ട് എന്ന് പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അത് നമുക്ക് വലത്തോട്ടില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാട്ടോ. ഒന്ന് എന്ന് എഴുതിയിട്ടുള്ളത് നോക്കിയ മക്കളെ, എന്താണ്? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താ മക്കളെ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ്? ചീരയാണ് ആൻസർ വരുന്നത്. ഒന്ന് വലത്തോട്ടാണ്. അപ്പൊ 1 എന്ന് നമ്പർ എഴുതിയിട്ട് ഈ കോളത്തിൽ ചീര. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? ഫസ്റ്റ് 1 എഴുതി. ഇനി അടുത്ത നോക്കിക്കേ. തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ പെയ്യും ഞാൻ ആരെന്ന് പറയാമോ? ആരാ മക്കളെ? യെസ്, മഴയാണ്. ആരാണ്? നമ്മുടെ മഴയാണ് ആൻസർ.
ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത നോക്കിക്കേ, മണ്ണിനടിയിൽ പൊന്നമ്മ. ആരാണ് മക്കളെ മണ്ണിനടിയിൽ പൊന്നമ്മ? ആരാണ്? ഇത് താഴേക്കാണ് എഴുതേണ്ടത്. യെസ്, നമ്മൾ പഠിച്ചതാണ്, ഇതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. ആരാണ്? മഞ്ഞളാണ് അല്ലെ? മണ്ണിനടിയിൽ പൊന്നമ്മ എന്താണ്? മഞ്ഞളാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, കറുമുറെ തിന്നാൻ രസമാണേ, കറിയിൽ ചേർക്കും ഇനമാണേ, ഓറഞ്ച് എന്നുടെ നിറമാണേ, ഞാനൊരു പച്ചക്കറിയാണേ. എന്താ മക്കളെ? മിസ് ഒന്നുകൂടി വായിക്കാം. കറുമുറ തിന്നാൻ രസമാണ്, കറിയിൽ ചേർക്കും ഇനമാണ്, ഓറഞ്ച് എന്നുടെ നിറമാണ്, ഞാനൊരു പച്ചക്കറിയാണ്. ആരാ മക്കളെ? വേഗം പറഞ്ഞേ. ഓറഞ്ച് എന്ന് പറയുമ്പോ ആരാണ്? യെസ്, നമ്മുടെ ക്യാരറ്റ് ആണ് ആൻസർ വരുന്നത് അല്ലെ? ക്യാരറ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് വൺ നോക്കിക്കേ, ഞാനൊരു നീളൻ പഴമാണ്, മഞ്ഞ നിറത്തിൽ കുലയായി, തൊലി കളഞ്ഞ് തിന്നിടാം, വറുത്തെടുക്കാം, പായസമാക്കാം. ആരാ മക്കളെ തൊലി കളഞ്ഞ് തിന്നുന്ന മഞ്ഞ നിറത്തിലുള്ള നീളം പഴം? ആരാണ് മക്കളെ? യെസ്, നമ്മുടെ വാഴപ്പഴമാണ് ആൻസർ വരുന്നത് അല്ലെ? വാഴപ്പഴമാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്ത് കിട്ടി? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറ. ഉത്തരം പറഞ്ഞേ. ചീര. വെരി ഗുഡ്. തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ പെയ്യും ഞാൻ ആരെന്ന് പറയാമോ? ആരാ മക്കളെ? മഴയാണ്. ഇനി അടുത്തത്, മണ്ണിനടിയിൽ പൊന്നമ്മ. ഉത്തരം എന്താണ്? മഞ്ഞളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറുമുറ തിന്നാൻ രസമാണ്, കറിയിൽ ചേർക്കും ഇനമാണ്, ഓറഞ്ച് എന്നുടെ നിറമാണ്, ഞാനൊരു പച്ചക്കറിയാണ്. ആരാ മക്കളെ? നമ്മുടെ ക്യാരറ്റ് ആണ് ആൻസർ. അടുത്തതോ, ഞാനൊരു നീളൻ പഴമാണ്, മഞ്ഞ നിറത്തിൽ കുലയായി, തൊലി കളഞ്ഞ് തിന്നിടാം, വറുത്തെടുക്കാം, പായസമാക്കാം. ആരാ മക്കളെ? വാഴപ്പഴമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷണക്കുറിപ്പ് പ്രത്യേകം മക്കൾ എന്ത് ചെയ്യുക? എഴുതാനായിട്ട് പഠിക്കാം. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇതിലെ അടുത്ത പാർട്ട് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ആപ്പിലേക്ക് മിസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും കാണാൻ, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ മക്കളെ? മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.